ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ച. ഇന്നലെ വന്നപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ മേഘാലയ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നൊക്കാലിക്കായ് വാട്ടർഫോൾസിൻ്റെ ടോപ്പ് വ്യൂ പോയിൻ്റ് കാണാനാണ്. നമ്മൾ എല്ലാ വീഡിയോസിലാണെങ്കിലും ചെറിയ ഇമേജസിലൊക്കെ ആണെങ്കിലും മേഘാലയ എന്ന് പറയുമ്പോൾ ഫുള്ള് പച്ചപ്പ് ഹരിതാഭിയൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് കണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല ഉണങ്ങി നിൽക്കുന്ന മട്ടക്കുന്നുകളും അതേമാതിരി ഉണക്ക പുല്ലൊക്കെയാണ് കേട്ടോ. അത് ചില സ്ഥലത്ത് നോക്കുമ്പോഴാണെങ്കിൽ ഫുള്ള് കരിഞ്ഞിരിക്കുന്നു, ഫുള്ളൊരു ഏരിയ ഫുള്ള് കറുത്ത് നിൽക്കുക. ഇപ്പോൾ കാട്ടുതീയാണോ അല്ല എല്ലാവരും തീയിട്ടാന്നൊന്നും അറിയില്ല കേട്ടോ. ഫുള്ള് കത്തി കരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ചില ഏരിയ ഒക്കെ. ഞാൻ കാട്ടുതീയാവാനും നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണങ്ങി നിൽക്കുമായിരുന്നു, ചെറിയൊരു സ്പാർക്ക് മതി ഫുള്ളായിട്ട് കത്തിപ്പോവാൻ. അത്രത്തോളം ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഈ കണ്ട ഏരിയ ഒക്കെ കേട്ടോ. ഈ സമയത്ത് വന്നപ്പോൾ പച്ചപ്പൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും വേറെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ. നമ്മൾ പക്ഷെ ആദ്യം ഇങ്ങോട്ടല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നൊക്കാലിക്കൽ വാട്ടർഫോൾസ് കാണാനായിരുന്നു പ്ലാൻ ചെയ്തത്. മാപ്പിൽ വന്ന് നിന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതല്ലല്ലോ കാരണം വീഡിയോസിലും ബാക്കിയുള്ളതിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട നൊക്കാലിക്കൽ വാട്ടർഫോൾ എന്ന് പറയുന്ന ഏരിയ ഇതല്ല. പക്ഷെ മാപ്പിൽ ഇവിടെയാണ് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തത്. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു കാറുകാർ മാത്രമേ ഉള്ളൂ. മറ്റേ നൊക്കാലിക്കൽ വാട്ടർഫോൾസിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല റഷൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്കാരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അയാൾ പറയും ചെയ്തത് ഇതിക്കൂടെ അങ്ങോട്ട് പോയാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ പിന്നെ ഇവിടെ എന്താണെന്ന് അറിയാലോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ, അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം ഇതല്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഫുള്ള് ഒരു അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങൾ, ഫുള്ള് കല്ലുകളും നല്ല കുത്തനെയുള്ള ഇറക്കം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മഴവെള്ളം ഒഴുകി ഉണ്ടാകുന്ന വഴികളില്ലേ, അതുപോലെ കേട്ടോ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തണമെങ്കിൽ ഒരു 1 hour ട്രെക്ക് ചെയ്യണം കേട്ടോ. ചിലപ്പം എപ്പോഴും ട്രെക്കിങ്ങൊക്കെ ശീലമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്ര സമയം എടുത്തൊന്നും വരില്ല. കാരണം ഞാനൊക്കെ കുറേ കാലമായിട്ട് ട്രെക്കിങ് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ കുറേ കാലമായിട്ട് ട്രെക്കിങ് ആ വക പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഓർമ്മയിലെ ട്രെക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിയാകുമ്പോൾ, അതായത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി സമ്മർ വെക്കേഷന് തറവാട്ടിൽ പോകുമ്പോൾ മാമൻ ഞങ്ങളെ ട്രെക്കിങ്ങിനൊക്കെ കൊണ്ടുപോയിരുന്നു, ഞങ്ങളുടെ പ്രായത്തിന് പറ്റിയതായിട്ടുള്ള ട്രെക്കിങ്ങിന്. കാരണം ഞാനൊരു അട്ടപ്പാടിക്കാരിയാണ്, അവിടെ ഫുള്ള് കുന്നും മലകളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ മാമൻ ഞങ്ങളെ ഇങ്ങനെ മലയിലും കുന്നൊക്കെ കയറാൻ കൊണ്ടുപോകും. ആ സമയത്ത് പോയതല്ലാണ്ട് പിന്നെ ഈ ട്രെക്കിങ് ആ വക പരിപാടിക്കൊന്നും നിന്നിട്ടേ ഇല്ല. പിന്നെ പോയിട്ടുള്ള അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇതായിരുന്നു കേട്ടോ. ഏട്ടൻ ഇങ്ങനെ പോയി പെട്ടെന്ന് സ്റ്റക്കായി നിന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ ഏണി പോലെ കെട്ടിയിട്ടുണ്ട്. അതിലാണെങ്കിൽ പകുതി കമ്പുകളും ഇല്ലതാനും. അപ്പോൾ അതിലെങ്ങനെ ഇറങ്ങുന്ന ആലോചിച്ച് നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഏട്ടന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഏട്ടന് കുറച്ച് വേഗത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കാലാണെങ്കിൽ തറയിൽ മുട്ടുന്നുമില്ല, കുറച്ച് നേരം തൂങ്ങി ആടിയിട്ടൊക്കെ വേണം എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. പിന്നെ ഏട്ടൻ്റെ ഹെൽപ്പും വേണ്ടി വന്നു കേട്ടോ, അല്ലാണ്ടൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം അങ്ങനെ ഇറങ്ങി. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നിട്ടുണ്ടാവും ഈ ഏണി പരിപാടിന്ന്. എവിടെ തീരുന്നത്? പിന്നെ താഴെ ചെല്ലുമ്പോഴും ഇതേപോലെ താഴെ ചെന്നിട്ടും പിന്നെയും കുറേ സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ പച്ച കളർ ആരോ ഫോളോ ചെയ്ത് വേണം പോവാൻ. ഈ ആരോ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് ഈ ആരോ ഫോളോ ചെയ്ത് വന്നാലേ എത്താൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ആദ്യം പല വഴിക്കൂടെയൊക്കെ നോക്കി, എന്നിട്ട് നടക്കുന്നില്ല. എങ്ങനെ പോവും? ഇതുവരെ എത്തി അങ്ങനെ സ്റ്റക്കായി നിന്നു. പിന്നെ അവർ പറഞ്ഞു അവിടെ ഒരു ആരോ ഉണ്ട്, അത് ഫോളോ ചെയ്ത് വന്നാൽ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നു. ഇനി ഇവിടുന്ന് പോകുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഈ കാണുന്ന പാറയിലൊക്കെ പൊത്തിപ്പിടിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ പൊത്തിപ്പിടിച്ച് പറഞ്ഞാൽ 2 കൈ യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് ടോപ്പിലുള്ള പോർഷൻസിൻ്റെ വീഡിയോസാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നമുക്കിനി അത് കാണാം. ഇത് ഏറ്റവും ടോപ്പിലുള്ളതിൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴത്തെ പോർഷൻ്റെ ഷോർട്ടാണ് ഇട്ടിരുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെയും ടോപ്പിൽ നമ്മൾ കയറുന്നുണ്ടെന്ന്. ആ ഏറ്റവും ടോപ്പിലുള്ള പോർഷനാണിത്. കാരണം താഴത്തെ പോർഷൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുത്തു എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഷോർട്ടിനുള്ള പോർഷൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കുറച്ച് പാടാണെങ്കിലും പക്ഷെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല കേട്ടോ. അത്രത്തോളം നമുക്ക് സന്തോഷമാവും. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ആ ചേട്ടന്മാർ പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ വഴി തന്നെ തിരിച്ച് കയറുന്നുണ്ട്. വരാനും പോകാനും ഒരേ വഴി തന്നെ ഉള്ളൂ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഇവർ പറഞ്ഞ് എൻട്രി ഫീ 50 രൂപ, പെർ ഹെഡ് 50 രൂപ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അതും കൊടുത്തു. ഇനി ബാക്കിയുള്ള വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക്